എന്തായാലും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ വളരെയധികം പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കിയതോടെയാണ് ദേശീയ തലത്തിലും കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാകുന്നത്. കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടത്തുമെന്ന് പറഞ്ഞ KC വേണുഗോപാൽ സമസ്തയുടെ വിമർശനങ്ങളോട് പ്രതികരിക്കാൻ ഇന്ന് തയ്യാറായില്ല. വിശദാംശങ്ങൾ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നൽകും. വിഷ്ണു, അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് CPIMന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കേണ്ട എന്ന നിലപാടാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം അയോധ്യ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് BJP ലക്ഷ്യം വയ്ക്കുകയാണ്. അത്തരമൊരു ചടങ്ങിലേക്ക് അതുകൊണ്ട് തന്നെ പങ്കെടുക്കേണ്ട എന്നതാണ് CPIM മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. എന്തായാലും അത്തരമൊരു നിലപാട് CPIM മുന്നോട്ട് വെച്ചതോടുകൂടിയാണ് ദേശീയ തലത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് വലിയ തോതിൽ ചർച്ചയാവുന്ന സാഹചര്യമുള്ളത്. നിലവിൽ പല പാർട്ടികളും ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അത് തൃണമൂൽ കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളും ഇതുവരെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഒരു അന്തിമ തീരുമാനം അറിയിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യം കോൺഗ്രസിനെ വലിയ തോതിൽ ഒരു പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് തുടക്കത്തിൽ പറഞ്ഞത് ഇത്തരത്തിൽ ചടങ്ങ് പങ്കെടുക്കും എന്നതാണ്. സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രതിനിധികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗാണ് ഒരു നിലപാട് അറിയിച്ചത്. പക്ഷേ അതിനുശേഷം മറ്റു പാർട്ടികൾ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് തന്നെ അവരുടെ തീരുമാനം വീണ്ടും പുനരാലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട സാഹചര്യത്തിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായിട്ട KC വേണുഗോപാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇക്കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുമെന്ന് മാത്രമാണ് ഇന്ന് KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണം നടത്തിയത്. അത്തരത്തിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ ഒരു ആശയപരമായി തന്നെ പ്രതിരോധത്തിലായിരിക്കുകയാണ്.